ഇന്നത്തെ നമ്മളെ വീഡിയോ ഡോക്ടർ ദിവ്യ നായരുടെ ട്രെൻഡിങ് ആയ ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. ഇതാ എനിക്ക് കിട്ടിയ റിസൾട്ട് കാണിക്കുന്നു. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി വേണ്ടത് അരിപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി ഒരു ക്ലെൻസിങ് ഏജൻറ്റ് ആയതുകൊണ്ട് നല്ലൊരു ബ്രൈറ്റിങ് കിട്ടാൻ സഹായിക്കുന്നു. പിന്നെ അടുത്തതായി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ശരീരത്തിലെ ചർമ്മരോഗങ്ങൾക്കൊക്കെ ബെസ്റ്റ് ആയതുകൊണ്ട് അതെടുക്കുന്നു. പിന്നെ 1 ടേബിൾ സ്പൂൺ തൈര് എടുക്കുന്നു. പിന്നെ ഒരു തക്കാളി എടുത്തിട്ട് നല്ലോണം കൈകൊണ്ട് നെക്കി അതിൻ്റെ ഉള്ളിൽ നിന്ന് ജ്യൂസ് എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ ജ്യൂസ് എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് ഒരരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിൽ ആ ഒരു കുരുക്കളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഇനിയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് മിക്സ് ചെയ്യണ സമയത്ത് നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് നമ്മളെ എഫക്റ്റ് നേരെ തിരിച്ച് സംഭവിക്കാം. ഈ തക്കാളി നമ്മളെ മുഖത്തുള്ള എണ്ണമയം കുറക്കാൻ നല്ലവണ്ണം സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഇനി ഇത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യുമ്പോൾ ടൈറ്റ് ആണെങ്കിൽ കുറച്ച് തക്കാളി ജ്യൂസോ അല്ലെങ്കിൽ തൈരോ വീണ്ടും ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ടൈറ്റാണ്, അപ്പോൾ കുറച്ചുകൂടെ തൈര് ആഡ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള നമ്മൾ ആദ്യം അരിപ്പൊടിയാണ്. അത് നമ്മളെ ചർമ്മത്തിന് മൃദുവായി ചർമ്മം വൃത്തിയാക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതുപോലെ തക്കാളി ജ്യൂസ് ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ വിറ്റാമിൻ സി അടങ്ങിയതിനാൽ ചർമ്മം തിളക്കം നൽകാൻ സഹായിക്കും. ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞില്ലേ മിക്സ് ചെയ്യുന്ന സമയത്ത്, അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ തൈര് എടുക്കുന്ന സമയത്ത് ഇത് മിക്സ് ചെയ്യുമ്പോൾ ഈ മുഖക്കുരുള്ള ആളുകളാണെന്നുവെച്ചെങ്കിൽ അതിലോണം തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് ആ മുഖക്കുരു കൂടാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ കുക്കുംബർ ജ്യൂസാണ് ബെസ്റ്റ്. അപ്പോൾ അത് യൂസ് ചെയ്യുക. ഇനി കുക്കുംബർ ജ്യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പനിനീർ റോസ് വാട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്താലും മതി. അതും കുഴപ്പമില്ല, പിമ്പിൾസ് ഉള്ളവർക്ക് ബെറ്ററാണ്. അപ്പോൾ ആ തൈരിൻ്റെ അതേ ക്വാണ്ടിറ്റിയിൽ റോസ് വാട്ടർ എടുത്തിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടാതിരിക്കാൻ കാരണങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇത് എൻ്റെ കയ്യിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നല്ലോണം റൗണ്ടിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുക. നല്ലോണം തേച്ച് പിടിപ്പിച്ച് കുറച്ചൊരു കട്ടിക്ക് തേച്ച് പിടിപ്പിക്കണം. അതുകൊണ്ടൊന്ന് നല്ലോണം ലൂസാക്കാതെ കുറച്ച് ലൂസിൽ നല്ല ലൂസായി കഴിഞ്ഞാൽ ഒരിക്കും ചെയ്യും. അപ്പോൾ ഒരു പാകത്തെ ലൂസിലാക്കിയിട്ട് ക്രീമാക്കിയിട്ട് എടുക്കുക. ഇനി നല്ലോണം വലിഞ്ഞ് ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ വാഷ് ചെയ്ത് കളയുക. അതിലേറെ വെച്ച് കഴിഞ്ഞാൽ പിമ്പിൾസ് ഇല്ലാത്തവർക്ക് പിമ്പിൾസ് വരും. അതുകൊണ്ട് ആ 15 മിനിറ്റ് കറക്റ്റിൽ അതിൻ്റെ ഉള്ളിലായിട്ട് കുഴപ്പമില്ല, അതിൻ്റെ അപ്പുറം പോകരുത്. ഒരിക്കലും 30-35 മിനിറ്റിലേക്ക് നീണ്ടു പോകരുത്. ഇതാണ് അതിൻ്റെ റിസൾട്ട്. ഇതിനർത്ഥം വെളുത്തിട്ട് പാറുന്നല്ല, നമ്മളെ ഫേസിനൊരു ഗ്ലോ കിട്ടും. പിന്നെ നമ്മളെ രോമങ്ങളൊക്കെ കട്ടി കുറഞ്ഞിട്ടൊന്ന് സ്മൂത്തായി കിട്ടും. ചെറിയ ചെറിയ രോമങ്ങളൊക്കെ പോയി കിട്ടും. അപ്പോൾ അത്യാവശ്യം ഒരു ഗ്ലോ കിട്ടാൻ സഹായിക്കുന്ന ഒരു പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.